വീടിനുള്ളിൽ വളർത്താൻ പറ്റിയ 25 തരം ചെടികളും അവയുടെ പരിചരണ രീതിയും താഴെ കൊടുക്കുന്നു. ആദ്യത്തേത് സ്നേക്ക് പ്ലാന്റ് ആണ്. കുറഞ്ഞ വെളിച്ചത്തിലും വെള്ളത്തിലും വളരുന്ന ഒരു ചെടിയാണിത്. വായു ശുദ്ധമാക്കുകയും ചെയ്യുന്നു. അടുത്ത ഒരു ചെടിയുടെ പേരാണ് മണി പ്ലാന്റ്. ഇത് തണ്ടുകൾ മുറിച്ച് നടാം. മണ്ണിലും വെള്ളത്തിലും വളരെ നന്നായി ഇത് വളരുന്നു. അടുത്തത് അരികാപ്പം. വീടിനുള്ളിൽ ഈർപ്പം നിലനിർത്തുവാനും വായു ശുദ്ധീകരിക്കാനും മികച്ച ചെടിയാണ് അരികാപ്പം. കുറഞ്ഞ വെളിച്ചത്തിൽ ഇവ പൂക്കൾ തരുന്നു. ഏറ്റവും മനോഹരമായ ഒരു ചെടിയാണിത്. വളരെ വേഗത്തിൽ വളരുന്ന ഒരു ചെടിയാണ് സ്പൈഡർ പ്ലാന്റ്. ഇത് വീട്ടിനുള്ളിൽ ഹാങ്ങിങ് പ്ലാന്റായി വളർത്തിയാലും കാണാൻ വളരെ മനോഹരമായിരിക്കും. മറ്റൊരു ചെടിയാണ് അലോവേര. ഇതിൻ്റെ ഇലകളിൽ ഈർപ്പം നിലനിർത്താൻ ഇതിന് കഴിയുന്നു. മരുന്നായും ഈ പ്ലാന്റ് ഉപയോഗിക്കാം. അടുത്ത ഒരു ചെടിയാണ് ജെഡ് പ്ലാന്റ്. ഈ ചെടി നട്ടാൽ ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. ചെടിയുടെ പേരാണ് ചൈനീസ് എവർഗ്രീൻ അല്ലെങ്കിൽ അഗ്ലോണിമ. വർണ്ണാഭമായ ഇലകളോട് കൂടിയ ചെടിയാണ് ഇത്. അടുത്ത ഒരു ചെടിയുടെ പേരാണ് റബ്ബർ പ്ലാന്റ്. ഇതിൻ്റെ ഇലകൾ വളരെ വലുതാണ്. മനോഹരമായ ചെടിയാണ് ഇത്. മോൺസ്റ്റേരിയ പ്ലാന്റുകളുടെ ഇലകളുടെ പ്രത്യേക ആകൃതി കാരണം സ്വിസ് ചീസ് പ്ലാന്റ് എന്നും അറിയപ്പെടുന്നു. ചെടിക്ക് കുറഞ്ഞ വെളിച്ചവും വെള്ളവും അധികം. വളരെ കുറഞ്ഞ പരിചരണം ആവശ്യമുള്ള ചെടിയാണിത്. ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ നന്നായി ഇവ വളരുന്നു. എല്ലായിടങ്ങളിലും കാണപ്പെടുന്ന ഒരു ഫേണാണ് വെസ്റ്റേൺ ഫേൺ. ഇലകളുള്ള ചെടിയാണ് ഇത്. വീടിനുള്ളിൽ ഒരു ഗാംഭീര്യ ഭാവം നൽകുന്നു. ഈ ചെടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. രാത്രിയിൽ ഇലകൾ പൂക്കുകയും പകൽ പിരിയുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ചെടി ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. വെള്ളത്തിൽ വളർത്താവുന്നതും മണ്ണിൽ നടാനും പറ്റിയ ചെടിയാണിത്. ചുവപ്പ്, പിങ്ക് നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാകുന്ന മനോഹരമായ ചെടിയാണ് ആന്തൂറിയം. ചെറിയ ഇലകളുള്ള ഒരു സക്കുലന്റ് പ്ലാന്റ് ആണ് ക്രാസുല. ജഡേ പ്ലാന്റ് എന്നും അറിയപ്പെടുന്നു. വീടിനുള്ളിൽ വയ്ക്കാൻ പറ്റിയ വലിയ ഇലകളുള്ള ഒരു ചെടിയാണ് എലിഫന്റ് ഇയർ. പൂന്തോട്ട ചെടി എന്നും അറിയപ്പെടുന്നു. നീളമുള്ള ഇലകളുള്ള ചെടിയാണ് ഇത് മുറികൾക്ക് ഉയരം തോന്നുവാൻ സഹായിക്കുന്നു. തണുപ്പുകാലത്ത് പൂക്കുന്ന മനോഹരമായ ഒരു ഇൻഡോർ സസ്യമാണ് ക്രിസ്മസ് കാക്ടസ്. നൽകുന്ന പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണിത്. ഇത് ഇൻഡോറായി നമുക്ക് വളർത്താവുന്നതാണ്. തൂക്കുചട്ടികളിൽ വളർത്താൻ പറ്റുന്ന അനുയോജ്യമായ ഒരു വള്ളിപ്പടർപ്പാണ് ഇത്. ചുവന്ന ഇലകളാണ് ഈ ചെടിയുടെ പ്രത്യേകത. ഈ ചുവന്ന ഇലകൾ കണ്ടാൽ പൂവാണെന്ന് തോന്നിക്കുകയുള്ളൂ. ചുവന്ന ഇലകളോട് കൂടിയ മനോഹരമായ ഒരു ചെടിയാണിത്. മിക്ക ഇൻഡോർ ചെടികളും നേരിട്ടുള്ള സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്നില്ല. ജനാലയ്ക്കടുത്ത് പരോക്ഷ പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക. മണ്ണ് പൂർണ്ണമായും ഉണങ്ങിയ ശേഷം മാത്രം നനയ്ക്കുക. അമിതമായ നനവ് വേരുകൾക്ക് ചീഞ്ഞു പോകാൻ കാരണമാകും. ചെടികൾക്കിടയിൽ നല്ല വായു സഞ്ചാരം ഉറപ്പാക്കുക. ചെടിയുടെ ഇലകളിൽ പൊടി പറ്റിപ്പിടിക്കുന്നത് തടയാൻ ഇടയ്ക്കിടെ നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടയ്ക്കുക. മാസത്തിലൊരിക്കൽ ജൈവവളങ്ങൾ നൽകുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. അരികാപ്പം, സ്പൈഡർ പ്ലാന്റ്, റബ്ബർ പ്ലാന്റ് എന്നിവ കുറഞ്ഞ പരിചരണം മാത്രമേ ആവശ്യമുള്ളൂ.